Hi all, welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ ഒരു പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ +1 +2 വേണ്ടിയിട്ടുള്ള തിയറി പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെയുള്ള വീഡിയോസ് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഗുഡ് വില്ല് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. In a partnership firm, the amount of capital invested in the business was 5 lakh and the profit for 5 years was 40,000, 50,000, 55,000, 70,000, 85,000. Okay, the normal rate of return of this category of business is 10% per annum. Okay, they can calculate the value of goodwill based on 3 years purchase of super profit of business. Okay, 3 years purchase le super profit calculate ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മുമ്പ് നമുക്ക് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് നോർമലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു പ്രോഫിറ്റ് കൂടാതെ എക്സസ് ആയിട്ട് എന്താണ്, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ്റെ പേരിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. നോർമലി സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ ഏർണിങ്സ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൽ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിംഗ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ബൈ 100. ഓക്കെ, ദെൻ അസർട്ടൻ നെക്സ്റ്റ് നമ്മൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൂപ്പർ പ്രോഫിറ്റ്. ഈ ഒരു കിട്ടിയ ആവറേജ് പ്രോഫിറ്റും ഈ നോർമൽ പ്രോഫിറ്റും കൂടി മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ദെൻ ആ സൂപ്പർ പ്രോഫിറ്റിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ കിട്ടിയ സൂപ്പർ പ്രോഫിറ്റും ഇനി കൂടെ നമ്മളിവിടെ 3 ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റും കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് നോർമലി എപ്പോഴും നമ്മൾ പഠിക്കുന്നതാണല്ലേ, നമ്മൾ കൊച്ചിലെ മുതലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റിൻ്റെ കേസസ് ഒക്കെ നമ്മൾ കുഞ്ഞിലെ മുതലേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എഴുതാം ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇതിൻ്റെ ഇത്രയും കൂടി ടോട്ടൽ എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഇത്രയും കൂടിയിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഇതിൻ്റെ എല്ലാം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ടോട്ടൽ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 40,000 പ്ലസ് 50,000 പ്ലസ് എത്രയാണ്? 55,000 പ്ലസ് 70,000 പ്ലസ് 85,000. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ അത് കഴിഞ്ഞ് നമ്പർ എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ലക്ഷം എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 3 ലക്ഷം. ഓക്കെ, അപ്പോൾ ഈ 3 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 60,000. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 60,000 രൂപ കിട്ടി.
ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ടതാണ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100. ഇതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷം എന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? 10%. ഓക്കെ, ദെൻ ബൈ 100. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാമല്ലോ. നോർമൽ റേറ്റ് ഓഫ് ഏർണിങ്സ്, നോർമൽ റേറ്റ് ഓഫ് ഏർണിങ്സ്. ഓക്കെ, നിങ്ങൾ ഫുൾ എഴുതണം കേട്ടോ. ഞാൻ ഇപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതില്ല, ഇങ്ങനെ ഒരു ടേം ഇല്ല, ഞാൻ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? 5 ലക്ഷം ഇൻറ്റു 10/100. നിങ്ങൾ ഈ ഒരു ഇക്വേഷനും കൂടിയിട്ട് എഴുതിയിട്ട് എഴുതാട്ടോ. അപ്പോൾ ആയിരിക്കും മുഴുവൻ മാർക്കും കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷനും കൂടിയിട്ട് എഴുതിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആൻസർ എത്രയാണ്? 50,000. ഓക്കെ, വെട്ടി ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, 50,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഈ കിട്ടിയ 60,000 മൈനസ് ഈ 50,000. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് എത്ര കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് നിങ്ങളിവിടെ എഴുതാട്ടോ. ആവറേജ് പ്രോഫിറ്റ് മൈനസ് എന്താണ്? നോർമൽ റേറ്റ് ഓഫ് ഏർണിങ്സ് എന്ന് നിങ്ങൾ എഴുതിയതിന് ശേഷം വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60,000 മൈനസ് 50,000 ഈസ് ഈക്വൽ ടു 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റും കിട്ടി, ആവറേജ് പ്രോഫിറ്റും കിട്ടി, ഇതെല്ലാം കിട്ടിയത്. സൂപ്പർ പ്രോഫിറ്റിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു, ഗുഡ് വിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയായിരുന്നു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 3 ഇയേഴ്സ്. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു എത്ര വരും? 30,000. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗുഡ് വിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്കിനി നോക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഒക്കെ. അതിന് മുമ്പ് ഇതൊന്നും കൂടി പറയാം. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ. ഇപ്പം നമുക്ക് ഞാൻ ഓൾറെഡി എപ്പോഴും എക്സാമ്പിൾ പറയുന്നതാണ്. നമ്മൾ പ്യൂമയുടെ ഷൂ നമുക്കൊരു 5,000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷൂ 5,000 രൂപയ്ക്ക്. ആ സെയിം ഷൂ തന്നെ നമുക്ക് റോഡ് സൈഡിൽ എന്താണ് 2,000 രൂപയ്ക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതായിരിക്കും വാങ്ങുന്നത്? ഉറപ്പായിട്ട് ആ പ്യൂമ എന്നുള്ള കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രശസ്തി കാരണം നമ്മൾ എന്തേ വാങ്ങത്തുള്ളൂ? പ്യൂമയുടെ ഷൂവേ വാങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലേ, ഈ ഒരു പേരിലുള്ള എക്സ്ട്രാ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നത്? പ്യൂമയ്ക്ക് കിട്ടുന്നത്. അതിനെ പറയുന്ന പേരാണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ ഒരു ഇയറിൽ 2021-ലും 2020-ലും 2 ഇയറിലും ഇതേ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? സുമിത ആൻഡ് അഞ്ജു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2 റേഷ്യോയിൽ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന 2 പാർട്ട്നേഴ്സ് ആയിരുന്നു. ആരൊക്കെ? സുമിതയും മഞ്ജു. ഓക്കെ, 3:2 ആണ് റേഷ്യോ. ദർ ക്യാപിറ്റൽ ബാലൻസസ് അസ് ഓൺ ജാനുവരി 2020. ജാനുവരിയിൽ ഫസ്റ്റിൽ അവരുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 40,000 30,000. ഓക്കെ, ദെൻ സുമിത. ഓക്കെ, സുമിത ഈ സാലറി എത്രയായിരുന്നു? 1,000 പെർ മന്ത്. ആൻഡ് മഞ്ജുവിന് കമ്മീഷൻ കിട്ടിയത് 10,000 പെർ ഇയർ ആയിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് 8% പെർ ആനം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് സുനിത ഈസ് 1,500, മഞ്ജുവിൻ്റെ 1,200. ദെൻ നെറ്റ് പ്രോഫിറ്റ് 74,000. പ്രിപ്പയർ പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുമ്പ് പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു പെർഫോം അറിഞ്ഞിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ അറിയണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം പ്രീ ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പെർഫോം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ 2 കോളം ഉണ്ട്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അതിൽ ഈ ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ്, ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് പഠിച്ച് വെക്കുക. ഓക്കെ, എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ലോസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ 74,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അപ്പോൾ നമ്മളൊന്നുകൂടെ പറയാം. നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും.
ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, റിസർവ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ഇവിടെ എഴുതുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. നെറ്റ് പ്രോഫിറ്റോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ എവിടെ എഴുതുന്നത്? P&L ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ എഴുതുന്നത് എന്താണ്? P&L. ബാക്കി നിങ്ങൾക്ക് തരുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എവിടെയായിരിക്കും എഴുതുന്നത്? ഇവിടെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, നെറ്റ് പ്രോഫിറ്റും പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് സൈഡിലും ബാക്കിയെല്ലാം ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്യാപിറ്റലോ ഡ്രോയിങ്സോ എഴുതത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അപ്പം ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ എഴുതത്തുള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് എഴുതത്തില്ല? ഡ്രോയിങ്സും ക്യാപിറ്റലും എഴുതത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടൊക്കെ വേണം എഴുതാൻ. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ ഇതിനൊക്കെ മാർക്ക് കുറയ്ക്കാറുണ്ട് ടീച്ചേഴ്സ്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വരച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് വരുന്നത്? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് കോളം. ഇവിടെയും എന്താണ്? പർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സൈഡ്, ഇത് ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാമല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? സുമിത ആൻഡ് Manju are partners in a firm sharing profit in the ratio 3:2. Okay, their capital balance. Okay, അപ്പോൾ നമുക്കിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 40,000 രൂപ സുമിതയുടെ ക്യാപിറ്റലും 30,000 രൂപ മഞ്ജുവിൻ്റെ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ട? ക്യാപിറ്റൽ തന്നിട്ടുള്ള ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് പെർ ആനോ തന്നിട്ടുണ്ട്? 8% പെർ ആനോ. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സുനിതാസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സുനിതാസ് ക്യാപിറ്റൽ എങ്ങനെ വരും? നമുക്കറിയാം 40,000 രൂപയാണ് സുനിതയുടെ ക്യാപിറ്റൽ. അപ്പം 40,000 ഇൻറ്റു 8/, എത്രയാണ് വരുന്നത്? 100. ഓക്കെ, അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റർ ചെയ്യാമല്ലോ. 40,000. ഓക്കെ, 40 നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേറ്റർ അലൗഡ് ആണ്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. 40,000 ഇൻറ്റു 8/100. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, നമുക്ക് ആൻസർ കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ 3200. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 3200 മാത്രം ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതാം. അതുപോലെ നമുക്ക് 30,000 രൂപയാണ് ആരുടെന്ന് പറഞ്ഞിട്ടുണ്ട്? മഞ്ജൂസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതാം കേട്ടോ. മഞ്ജൂസ് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 30,000 ഇൻറ്റു 8/100. നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2400. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ദെൻ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സുനിത സാലറി ഈസ് 1000. ഓക്കെ, സുനിതയ്ക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്? 1000 പെർ മന്ത്. 1000 രൂപയാണ് സാലറി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണ് അത് ഇതിലോട്ട് എഴുതാം. സോറി, ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 1200 പെർ മന്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം സാലറി ഈസ് ഈക്വൽ ടു സാലറി റിസീവ്ഡ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം സുനിത സാലറി. ഓക്കെ, സുനിത സാലറി ഈസ് ഈക്വൽ ടു 1200 പെർ മന്ത് ആണ്. അപ്പോൾ നമുക്ക് 1200 തന്നെ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, വേറെ മാറ്റമൊന്നും വേണ്ട. 1200. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആൻഡ് മഞ്ജൂസ് കമ്മീഷൻ 10,000 പെർ ഇയർ. മഞ്ജുവിൻ്റെ കമ്മീഷൻ, അപ്പോൾ കമ്മീഷൻ ഓഫ് മഞ്ജു ഈസ് ഈക്വൽ ടു 10,000. ഓക്കെ, 10,000 എഴുതിയല്ലോ. ദെൻ നമുക്ക് ഇവിടെ ഈ ഒരു കോളത്തിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോളത്തിൽ എഴുതാനായിട്ട് പറ്റുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സുനിതയുടേത് 1500 മഞ്ജുവിൻ്റെത് 1200 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാമല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സുനിതയുടേത് എത്രയാണ്? 1200 മഞ്ജുവിൻ്റെത് സുനിതയുടേത് എത്രയായിരുന്നു? 1500. ഓക്കെ, അപ്പോൾ സുനിതയുടേത് എത്രയാണ്? മഞ്ജു. ഓക്കെ, 1500 മഞ്ജുവിൻ്റെത് 1200. ഓക്കെ ആണല്ലോ. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് ഇനി എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്കിവിടെ 74,900. നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 74,900. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. വളരെ ഈസിയല്ല, നമ്മളിവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലോസ് ചെയ്യുക. ദെൻ നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്താൽ
അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. 3200 പ്ലസ് 2400 പ്ലസ് 1200 പ്ലസ് എന്താണ് 10000. ഓക്കെ, എത്ര കിട്ടി നമുക്ക്? 16,800 രൂപയാണ് നമുക്ക് എന്ത് കിട്ടിയത് നമുക്ക് ഈ ഒരു കോളത്തിൽ കിട്ടിയത്. നമ്മളിപ്പോൾ അവിടെ എഴുതരുത്, ജസ്റ്റ് എഴുതി നമുക്ക് സൈഡിലോട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതേ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്താണ് അവിടെയും കൂടി നോക്കാം അല്ലേ. ഈ ഒരു കോളം ക്രെഡിറ്റ് സൈഡും കൂടി നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ എത്ര വരുമെന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡ് എത്രയാണ് വരുന്നത്? 74,900 പ്ലസ് 1200 പ്ലസ് എത്രയാണ് വരുന്നത്? 1500. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 77,600. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഔട്ടർ കോളത്തിൽ എഴുതാലോ. 77,600 രൂപ എഴുതാലോ. 77,600. ഓക്കെ, 77,600. അപ്പോൾ എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്? 50,000 രൂപയുടെ ഡിഫറൻസ്. നമ്മൾ നേരത്തെ 16,000 സംതിങ് ആണ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ 50,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 50,000 രൂപ ഈ ഒരു റേഷ്യോയിൽ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം? മഞ്ജുവിനും സുമിതയ്ക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷെയർ ഇത് കുറച്ചൊന്ന് ഇത് എഴുതിയതിന് ശേഷം ഇത് ക്രോസ് ചെയ്യാം കേട്ടോ. ഇതായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങളിത് എഴുതിയതിന് ശേഷം ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ എന്ന് എഴുതാം. നിങ്ങൾ ക്യാപിറ്റൽ ഇതിന് ശേഷം ഫസ്റ്റ് സുമിത എത്രയാണ്? സുമിതയുടെ ഷെയർ 3 ആണല്ലേ. അപ്പം 50,000 ഇൻറ്റു 3/5. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 50,000 ഇൻറ്റു 3/5 എത്രയാണെന്ന്? 50,000 ഇൻറ്റു 3/5. ഓക്കെ, എത്രയാണ്? 30,000 രൂപയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ 30,000 രൂപ നിങ്ങൾ ഇവിടെ എഴുതാം. ഓക്കെ, ഇതിൽ ബാലൻസ് ചെയ്ത് പോകണം, മനസ്സിലാവും. ഇങ്ങോട്ട് കയറ്റി എഴുതാം, അത് കുറച്ചുകൂട്ടിയിട്ട് ഇറക്കി എഴുതാം. ഓക്കെ, then അതുപോലെ ആരത് എഴുതാം? മഞ്ജുവിൻ്റെത് എത്രയാണ്? മഞ്ജു ഈസ് ഈക്വൽ ടു മഞ്ജുവിൻ്റെത് 50,000 ഇൻറ്റു 2/5 എത്രയാണ് വരുന്നത്? 20,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. എഴുതുമ്പോഴത്തേക്കും ഈ ഒരു കോളം കുറച്ചുകൂടി ഇറക്കി എഴുതുമ്പോൾ ഇതിവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കാൽക്കുലേറ്റ്. അപ്പോൾ നമുക്ക് നാളെ എത്ര മാർക്ക് കിട്ടും? ഇതും നമുക്ക് 10 മാർക്ക്. ഓക്കെ, 10 മാർക്കായിരിക്കും നമുക്ക് നാളെ കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനും പഠിച്ചു. അതുപോലെ തന്നെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിച്ചപ്പോഴത്തേക്കും നമുക്ക് നാളെ ഉറപ്പായിരുന്നു ഈ ഒരു വീഡിയോ കണ്ട് അവർക്ക് എന്തായാലും ഷുവറായിട്ട് നാളെ 10 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ബാക്കി വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാളത്തേക്ക് മുമ്പ് എന്തായാലും അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഇത് മനസ്സിലായി, സത്യം മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.